ധനുഷിനെതിരായ നയൻതാരയുടെ തുറന്ന കത്തിന് പിന്നാലെ നയൻതാരയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പിന്തുണച്ച മലയാളി താരങ്ങൾക്ക് നേരെയും സൈബർ ആക്രമണം നടന്നു. വിഷയത്തിൽ നടൻ ധനുഷ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും അറിയുന്നു. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഗീസ്, ശരിക്കും ഈ നയൻതാരയുടെ ഡോക്യുമെൻ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണോ നയൻതാര പ്രതികരിച്ചതും അവസാനം ധനുഷിൻ്റെ ആളുകൾ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ളതും? ഇന്നലെ നയൻതാര ധനുഷിനെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് ഒരു തുറന്ന കത്ത് എഴുതിയത്. അതൊരു വക്കീൽ നോട്ടീസിനുള്ള മറുപടിയായിരുന്നു. അതായത് നയൻതാരയുടെ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട് ധനുഷ് നിർമ്മിച്ച, നയൻതാര അഭിനയിച്ച, വിഘ്നേഷ് സംവിധാനം ചെയ്ത ഞാനും റൗഡിത എന്നുള്ള ചിത്രത്തിൻ്റെ ഒരു ക്ലിപ്പ് നയൻതാര തൻ്റെ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലറിൽ ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ ധനുഷ് 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് നയൻതാരയ്ക്ക് അയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നയൻതാര ഒരു തുറന്ന കത്തിലൂടെ ധനുഷിനെ അതിരൂക്ഷമായി വിമർശിച്ചത്. ധനുഷിൻ്റെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണ് എന്നതടക്കം അദ്ദേഹത്തിന് ഒരു മുഖം മൂടിയുണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ ഒന്ന്, സിനിമയിൽ ഒന്ന്, അല്ലാതെ അദ്ദേഹം കോ ആർട്ടിസ്റ്റുകളോട് കാണിക്കുന്ന സമീപനം മറ്റൊന്നാണ് എന്നുള്ള തരത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈബർ രംഗത്ത് വലിയ ഒരു ആക്രമണം നയൻതാര നേരിടുന്നത്. നയൻതാരയുടെ പോസ്റ്റുകൾക്കെല്ലാം അടിയിൽ ധനുഷിൻ്റെ ആരാധകർ നയൻതാരയ്ക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഡോക്യുമെൻ്ററി വലിയ ഒരു വിജയമാക്കി മാറ്റാനുള്ള നയൻതാരയുടെ ചീപ്പ് ട്രിക്കാണെന്നും, ഒപ്പം തന്നെ നയൻതാരയുടെ ചില കാര്യങ്ങളൊക്കെ, വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഉള്ളൊരു വിമർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചില മലയാളി താരങ്ങളുമൊക്കെ നയൻതാരയുടെ പോസ്റ്റിനെ ലൈക്ക് ചെയ്തിരുന്നു, പിന്തുണയുമായി എത്തിയിരുന്നു. അവർക്കെതിരെയും ഒക്കെ ഇപ്പോൾ സൈബർ ആക്രമണം രൂക്ഷമായിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ ഇതുവരെയും ധനുഷ് പ്രതികരിച്ചിട്ടില്ല. താങ്ക് യു റഹീസ്. എന്തായാലും ചെന്നൈയിൽ ഉണ്ടായിരിക്കുന്ന ഈ സിനിമാ വിവാദം കൂടുതൽ കടുക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്.